നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ കോടതി വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നു. 8-ാം പ്രതിയായിട്ടുള്ള ദിലീപ് അടക്കമുള്ളവരെ കുറ്റവിമുക്തരാക്കിയിരിക്കും. ഇപ്പോൾ കേസിൽ ആദ്യഘട്ടം മുതൽ 90ഓളം സാക്ഷികളെ വിസ്തരിച്ചിരുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ സുരേഷ് വക്കീൽ നമ്മുടെ കൂടെയുണ്ട്. ഇപ്പോൾ കോടതി വിധിയെ എങ്ങനെ കാണുന്നു? കോടതി വിധി തികച്ചും നിരാശാജനകമായിട്ടുള്ളൊരു വിധിയാണ്. നമ്മുടെ കേരളത്തിനെ മാത്രമല്ല, ഭാരതത്തിനെ മാത്രമല്ല, ലോകം മൊത്തം നോക്കി നിൽക്കുന്നൊരു വിധിയായിരുന്നു ഇത്. നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ ഒരു അനിയത്തിയോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളൊക്കെ ഉള്ളപ്പോൾ അവർക്ക് വരുന്നൊരു അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഒരു പ്രോസിക്യൂട്ടറെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് നമുക്കൊരു കേസ് നടത്താൻ കഴിയില്ല. പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന തെളിവുകൾ കോടതിയിൽ അവതരിപ്പിക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് ഒരു പ്രോസിക്യൂട്ടറുടെ കയ്യിലുള്ളത്. അതൊക്കെ വളരെ ഭംഗിയായിട്ട് ഞാനും എനിക്ക് ശേഷമുള്ള പ്രോസിക്യൂട്ടർമാരും നിർവഹിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ തെളിവുകൾ വിലയിരുത്തി അതിനെ വിധി പ്രസ്താവന നടത്തേണ്ടത് കോടതിയാണ്. ഏതായാലും ഇതൊരിക്കലും പ്രതീക്ഷിച്ച ഒരു വിധിയല്ല. നല്ലപോലെ പ്രോസിക്യൂഷൻ തെളിവ് കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെയും മറ്റ് പ്രോസിക്യൂട്ടർമാരെയൊക്കെ ഇതിൽ വിശ്വാസം. അതിനാൽ തന്നെ നമുക്കൊക്കെ കേരളത്തിനെയും നമ്മുടെ എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒരു വിധിയായി പോയി എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. 1 മുതൽ 6 വരെയുള്ള പ്രതികളെ കുറ്റക്കാരെ കണ്ടെത്തിയിരിക്കുന്ന ഒരു ബലാത്സംഗ കേസിലെ പ്രതികളാണെന്ന് പറയുന്നത്. പക്ഷേ അതിൽ ഗൂഢാലോചന എന്നുള്ളത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നാണ് കോടതി പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആവുന്നതിലധികം തെളിവ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത് കോടതി പരിശോധിച്ച് കോടതിക്ക് വിശ്വസനീയമാണെന്ന് തോന്നാത്ത ഒരു അവസ്ഥയിലായിരിക്കണം കോടതി ഇത് അയാളെ വെറുതെ വിട്ടതുകൊണ്ട്. പക്ഷേ ഒരു പ്രോസിക്യൂഷൻ എന്നുള്ള നിലയ്ക്ക്, പ്രോസിക്യൂഷൻ്റെ ഒരു ഭാഗമായി നിന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ സ്പന്ദനം അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇതിൽ കേസിൽ പ്രധാനപ്പെട്ട സാക്ഷികളുടെയൊക്കെ കോടതിയിൽ തെളിവ് ആദ്യമായിട്ട് ആരംഭിച്ച വ്യക്തി എന്ന നിലയ്ക്ക് വേണ്ട രീതിയിലുള്ള തെളിവുകൾ നല്ലപോലെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ വിധി തികച്ചും നിരാശാജനകമായിട്ടുള്ളൊരു വിധിയാണ്. അതിന് വേണ്ട നടപടികൾ സർക്കാർ കൈക്കൊള്ളുമെന്ന് വിശ്വസിക്കുന്നു. ഗൂഢാലോചന കുറ്റം ശരിക്ക് തെളിയിക്കപ്പെടേണ്ടതായിരുന്നു. തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെളിവുകളൊക്കെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കോടതി മുഖവിലക്കെടുത്തില്ല എന്നുള്ളതാണ്. കോടതിക്ക് പരിശോധിക്കുമ്പോൾ കോടതിയെ സംബന്ധിച്ച് അത് കോടതിക്ക് വ്യക്തിപരമായിട്ട് അത് വിശ്വാസയോഗ്യമല്ല എന്ന് തോന്നി കാണണം. അതുകൊണ്ടായിരിക്കും അത് ആ ഒരു കുറ്റം കാണാതിരുന്നത്. ഗൂഢാലോചന ഉണ്ട് എന്ന് തെളിയിക്കാവുന്ന എത്ര തെളിവുകൾ കേസിലുണ്ടായിരുന്നു? തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ നല്ല രീതിയിൽ വിസ്താരം നടന്നിട്ടുള്ള ഒരു കേസാണ്. പിന്നീടും തുടർന്നും പ്രോസിക്യൂഷൻ ഏറ്റവും അവസാന നിമിഷം വരെയുള്ള എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായൊരു സ്ഥിതി. 9 വർഷം ഏതാണ്ട് എടുത്തു ഈ കേസിൻ്റെ തീരുമാനമാകുന്നതിന്. അപ്പം നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ഏറ്റവും പെട്ടെന്ന് വിചാരണ നടപടികൾ പൂർത്തിയാക്കുക, അതിൻ്റെ നീതി ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഏതായാലും ഈ കേസോടുകൂടി നമുക്കൊക്കെ ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇൻ ക്യാമറ വിചാരണ ഏത് ഘട്ടം വരെ എങ്ങനെയൊക്കെ നടത്തണം എന്നുള്ള കാര്യത്തിലൊക്കെ ഈ കോടതികൾ, ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടൊരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ തെളിവുകളും നമുക്ക് ഇരുമ്പ് മറയുടെ ഉള്ളിൽ ഇൻ ക്യാമറ ട്രയൽ നടത്തുമ്പോൾ ഗുണമുണ്ടാവും, ദോഷമുണ്ടാവും. പക്ഷേ അത് നമ്മൾ നീതി നടപ്പിലാക്കിയെന്ന് മറ്റുള്ളവർക്കും സമൂഹത്തിനൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു വിധി ആകണമെങ്കിൽ അത് ആവശ്യമായ ഭാഗത്ത് ഇൻ ക്യാമറ ട്രയലും ബാക്കിയുള്ള സമയത്ത് അത് പബ്ലിക് ട്രയലാണ് എപ്പോഴും നല്ലത്. പൊതുജനങ്ങൾ കാണുന്ന രീതിയിലുള്ള ഒരു ട്രയലായിരിക്കും നല്ലതെന്ന് വിശ്വസിക്കുന്നു. ഗൂഢാലോചന കേസിൽ ഉയർന്ന കോടതികളിലേക്ക് പോകുക തന്നെ അത് പ്രോസിക്യൂഷൻ ആലോചിച്ചത് ഗവൺമെൻറ്റായിട്ട് ആലോചിച്ച്, ഹോമൊക്കെ ആയിട്ട് ആലോചിച്ച്, അഡ്വക്കേറ്റ് ജനറലും ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷനൊക്കെ ആയിട്ട് ആലോചിച്ച് വേണ്ടത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യം സമർപ്പിച്ച കുറ്റപത്രത്തിലൊക്കെ ഈ പറയുന്ന പോലെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ്. പക്ഷേ അത് 2ാമത്തെ ഘട്ടത്തിലാണ് ഈ ഗൂഢാലോചന അടക്കം അല്ലെങ്കിൽ അതിലേക്ക് തെളിവുകൾ നീക്കുന്നത്. പക്ഷേ അത് പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഭയങ്കര അത് നമുക്കറിയാലോ, നമ്മൾ എല്ലാ കേസുകളും കോടതിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്ന പോലെയൊന്നും വിധിയൊന്നും ഉണ്ടാവണമെന്നില്ല. കോടതിയുണ്ട്, നീതിന്യായ വ്യവസ്ഥിതി ഉള്ളപ്പോൾ നമ്മൾ അതിനെ ബഹുമാനിക്കണം. ആ രീതിയിലേ മുന്നോട്ട് പോവുള്ളൂ. അത് തന്നെ അതിലും പ്രതീക്ഷിക്കുന്നത്. നീതി കിട്ടുന്നുള്ള പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നു കോടതികൾ. അതെ. എന്നാലും വലിയ നിരാശയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കമുള്ളവർ പങ്കുവയ്ക്കുന്നത്. കാരണം ഗൂഢാലോചനയ്ക്കടക്കം കൃത്യമായ തെളിവുകൾ കൈമാറിയിരുന്നു കോടതിക്ക്. പക്ഷേ അത് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായില്ലായിരിക്കാം എന്നുള്ളൊരു സാധ്യതയാണ്. അത് ഉയർന്ന കോടതിയിൽ പോയി അത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ അഭിഭാഷകൻ കൂടി ഈ കേസിലെ ആദ്യത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് സുരേഷൻ റിപ്പോർട്ടറോട് പങ്കുവച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് സുന്നിത്ത് പൂരപ്പം, റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം.